ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പനീർ ബട്ടർ മസാലയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 സബോളയും 3 തക്കാളിയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം നമുക്ക് അരിഞ്ഞ് വയ്ക്കാം. സബോള ഞാൻ ചെറിയ സ്ക്വയർ പീസസ് ആയിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. തക്കാളി ഞാൻ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. അതിനുശേഷം നമുക്കൊരു കടായി എടുക്കാം. ആ കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് ഞാൻ പനീർ ഇടുന്നുണ്ട്. പനീർ ഇട്ടിട്ട് ഞാൻ വെറുതെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. കളറ് മാറിയ ഫ്രൈ ആവുകയോ ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് സോട്ടായാൽ മാത്രം മതിയാകും. അതിൽ ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ അതൊരു റബ്ബറി ടെക്സ്ചറായിട്ട് മാറും. പനീറിൻ്റെ നല്ല സോഫ്റ്റായിട്ട് കിടക്കണം. അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബട്ടറിലൊന്ന് വെറുതെ ഒന്ന് സോട്ട് ചെയ്തിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അതേ കടായിലേക്ക് തന്നെ ഞാൻ ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇടുന്നുണ്ട്. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ച് സബോള ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ബട്ടർ കുറവാണെന്ന് കണ്ട കാരണം ഞാൻ കുറച്ച് ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ വറ്റൽമുളകാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വറ്റൽമുളക് ഇത് നല്ല എരിവുണ്ട്, അതുകൊണ്ട് ഞാൻ 2 വറ്റൽമുളക് മാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എരിവ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വറ്റൽമുളക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ സബോള ഒന്ന് സോഫ്റ്റായി വന്നാൽ മാത്രം മതിയാകും, വേറെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമുക്കതിലേക്ക് ഒരു പിടി ഈ കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്യാം. അതിനുശേഷം പിന്നെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ തക്കാളി ആ ഒരു സബോളയ്ക്ക് ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാകും. അപ്പോൾ തക്കാളി സബോളയ്ക്ക് ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി അത് ചൂടാറാനായിട്ട് വെക്കാം. അത് ചൂടാറുമ്പോൾ നമുക്കതിനൊരു ബ്ലെൻഡറിലേക്ക് മാറ്റിയിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഗ്രൈൻഡ് ചെയ്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേ കടയിലേക്ക് തന്നെ വീണ്ടും ഞാൻ കുറച്ചും കൂടി ബട്ടർ ഇടുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ട് അതൊന്ന് മൂക്കുന്ന വരെ ഒന്ന് ആക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഫ്ലെയിം വെച്ചേക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആഡ് ചെയ്ത് നമ്മൾ അതിൻ്റെ ഉപ്പൊന്ന് നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം. അതിനുശേഷം പിന്നെ ഒരു 1/2 ടീസ്പൂൺ നമുക്ക് ഗരം മസാല ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് കസൂരി മേത്തി, നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് നിങ്ങൾക്ക് കസൂരി മേത്തി ആഡ് ചെയ്യാം. പിന്നെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ അത് ആ ടൊമാറ്റോയുടെ ആ ഒരു പുളി അത് ബാലൻസ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന പനീർ ബട്ടർ മസാലയ്ക്ക് ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ കറി ഒന്ന് തിളച്ച് വരട്ടെ. നന്നായി ഒന്ന് തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മളതിലേക്ക് പനീർ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കതിൽ ഗ്രേവി കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം നിങ്ങൾക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഗ്രേവി ആവുന്നവരെ നിങ്ങൾക്ക് വാട്ടർ ആഡ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് പനീർ ആഡ് ചെയ്യാം. അപ്പോൾ ആ കറി നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്കിനി പനീർ ആഡ് ചെയ്യാം. പനീർ ആഡ് ചെയ്തിട്ട് ഒരു മിനിറ്റ് നേരം അതിലൊന്ന് കിടന്നൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ കറി നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.